കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് ക്ലോസിംഗ് നൽകി തുടർച്ചയായ 8 ദിവസം നീണ്ടുനിന്ന് ഇടിവ് അവസാനിപ്പിച്ചെങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും സെല്ലിംഗ് സൈഡിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസവും FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും 3937 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 9ാമത്തെ ട്രേഡിംഗ് സെഷനിലും നെറ്റ് ബയറായി മാറി 4759 കോടി രൂപയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിലുള്ള ഏറ്റവും മോശം പെർഫോമൻസ് ആണ് ഇന്ത്യൻ ഇൻഡെക്സുകൾ കാഴ്ചവെച്ചത്. നിഫ്റ്റി 2.8% ഇടിഞ്ഞിരുന്നു. ഈ ഒരു സെല്ലിംഗ് സീരീസാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാർജിനലി ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം രൂപയുടെ മൂല്യം $86.85 എന്ന നിലയിലേക്ക് താഴുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ABB ഇന്ത്യ. ABB ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 55% ഉയരുകയും റവന്യൂ 22% ഉയരുകയും EBITDA 57% മെച്ചപ്പെടുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 339 കോടിയിൽ നിന്നും 528 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 2757 കോടിയിൽ നിന്നും 3365 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ EBITDA 417 കോടിയിൽ നിന്നും 657 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 15% നിന്നും 19% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് പേടിഎം ആണ്. പേടിഎം എന്ന കമ്പനി SBI മ്യൂച്വൽ ഫണ്ടുമായി ചേർന്ന് 280 രൂപ എന്ന മിനിമം റേറ്റിൽ ഒരു ജൻ നിവേഷ് എന്ന പേരിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട്. സൊമാറ്റോ എന്ന കമ്പനി അതിൻ്റെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നഗറ്റ് എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ റിസൈൻ ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് യാഷ് ഇൻഡസ്ട്രീസ്, സുരക്ഷ ഡയഗ്നോസ്റ്റിക്, മാട്രിമോണി തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ആൾ കാർഗോ ടെർമിനൽസിൻ്റെ ജനുവരി മാസത്തെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ വോളിയം ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഇയർ ഓൺ ഇയറിൽ 11%, മന്ത് ടു മന്തിൽ 4% ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ GMR എയർപോർട്ടിൻ്റെയും ജനുവരി മാസത്തെ പെർഫോമൻസ് റിപ്പോർട്ട് പുറത്തു വന്നു. പാസഞ്ചർ ട്രാഫിക് 11.4% ഉയർന്നു. ഡൊമസ്റ്റിക് ട്രാഫിക് 11%, ഇൻ്റർനാഷണൽ ട്രാഫിക്കിൽ 12.4% വർധനവും ഉണ്ടായി. ടൂറിസം സെക്ടറിൽ നിന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് തോമസ് കുക്ക് എന്ന കമ്പനി മലേഷ്യൻ കമ്പനിയായ സബ ടൂറിസം എന്ന കമ്പനിയുമായി ചേർന്ന് ട്രാവൽ എക്സ്പാൻഡഡ് കൊളാബറേഷനിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തോമസ് കുക്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ചോയ്സ് ഇൻ്റർനാഷണൽ എന്ന കമ്പനി അരറ്റെ ക്യാപിറ്റൽ സർവീസ് എന്ന വെൽത്ത് മാനേജ്മെൻറ്റ് ഫിമ്മിനെ 5151 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 5151 കോടി രൂപയുടെ അസറ്റ് മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റിയുള്ള അരറ്റെ ക്യാപിറ്റൽ സർവീസ് എന്ന കമ്പനിയെ ചോയ്സ് ഇൻ്റർനാഷണൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചോയ്സ് ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. യൂണോ മിൻഡ എന്ന കമ്പനി സുഷോ ഇന്നോവൻസ് എന്ന കമ്പനിയുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. DCS സിസ്റ്റം എന്ന കമ്പനിക്ക് 2451 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. കേബിൾ ആൻഡ് വയർ ഹാർനസ് അസംബ്ലി സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ DCX സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ത്രിവേണി എർത്ത് മൂവേഴ്സിൻ്റെ 79% സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്റ്റേക്കുകൾ ലോയഡ്സ് മെറ്റൽ ആൻഡ് എനർജി എന്ന കമ്പനി 70 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലോക്ക് ഡീൽ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയിൽ അൻമോൾ സിംഗ് ജാഗി കമ്പനിയുടെ 2.15 ലക്ഷം ഷെയറുകൾ 533 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CNT-DLMൽ ശരവണ സെക്യൂരിറ്റീസ് സത്യമൂർത്തി കമ്പനിയുടെ 6 ലക്ഷം ഷെയറുകൾ 420 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ചില കമ്പനികളിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. കിൽബേൺ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടർ 20,000 ഷെയറുകൾ ഫെബ്രുവരി 14 വാങ്ങി സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. DB കോർപ്പ് എന്ന കമ്പനിയിലും പ്രൊമോട്ടർ ഏകദേശം 46,000 ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വാർഡ് വിസാർഡ് ഇന്നോവേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ 1.5 ലക്ഷം ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്